ബാലി വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡ് കാണാം നമുക്ക്. ഇന്ന് നമുക്കൊരു ബീച്ച് ഡേ ആയിരുന്നു. ന്യൂസാ പെനിഡ ഐലൻഡിലോട്ടായിരുന്നു നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മൾ ന്യൂസാ പെനിഡയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഫെറി. ഫൈനലി ഞങ്ങൾ ന്യൂസാ പെനിഡയിലെത്തി. അവിടെ ഞങ്ങൾ വെൽക്കം ചെയ്തത് ഗോപാൽ ആയിരുന്നു. Name is Gopal. Gopal? Yes. You are from? Yeah? You are from? From Nusa Penida. Yes. ന്യൂസാ പെനിഡ ഐലൻഡിൽ എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം പോയത് അവിടെയുള്ള ബുബു ബീച്ചിലായിരുന്നു. ന്യൂസാ പെനിഡയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ബുബു ബീച്ച് അല്ല, വേറൊരു സ്ഥലമാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടേക്കാണ്. ക്ലിങ്കിങ് ബീച്ച്. ഇതാണ് ന്യൂസാ പെനിഡയിലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. നോർമലി എല്ലാ ടൂറിസ്റ്റുകളും അധികവും വരുന്നത് ഇവിടെയാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ ബാലി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ന്യൂസാ പെനിഡയിലുള്ള ക്ലിങ്കിങ് ബീച്ച് എന്ന് പറയുന്നത്. അത്യാവശ്യം ഫേമസ് ആയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി അത് വേറെ തന്നെയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, ഒരു ബ്ലൂ കളറാണ് ഇവരുടെ വെള്ളത്തിനൊക്കെ ഉള്ളത്. ക്ലിങ്കിങ് ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് ബ്രോക്കൺ ബീച്ചിലേക്കായിരുന്നു. അതും ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടുത്തെ വെള്ളവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ബ്ലൂ കളറായിരുന്നു. ഈ ബ്രോക്കൺ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏഞ്ചൽ ബീച്ചും. അവിടുന്ന് കുറച്ച് കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു. ബാക്കി ബാലി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം.